ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 3. നിർഗുണ ഭക്തിയോഗ വർണ്ണനം. ഉഗ്രസേനന്റെ അടുത്ത ചോദ്യം ഭക്തിയോഗങ്ങൾ എത്ര വിധം ഉണ്ടെന്നും ഭഗവാനെ എങ്ങനെയാണ് പ്രീതിപ്പെടുത്തേണ്ടതെന്നും ആയിരുന്നു. അതിന് വ്യാസൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. ഭക്തിയോഗം സഗുണം, നിർഗുണം എന്നിങ്ങനെ 2 എണ്ണമുണ്ട്. സത്വരജോ തമോ ഗുണങ്ങളെ ആശ്രയിച്ച് സഗുണങ്ങൾ 3 വിധമുണ്ട്. ഹിംസ, ദമ്പം, മാത്സര്യം ഇവയിൽ മനസ്സുവെച്ച് ഹരിഭജനം ചെയ്യുന്നവൻ താമസ ഭക്തനാണ്. കീർത്തി, ഐശ്വര്യം, വിഷയസുഖങ്ങൾ എന്നിവയ്ക്കായുള്ള ഹരിഭജനം രാജസികമാണ്. നിഷ്കാമമായി മോക്ഷാർത്ഥം ചെയ്യുന്ന ഹരിഭജനം സാത്വികമാണ്. വിഷ്ണുവിനെ ജിജ്ഞാസുക്കൾ, ദുഃഖിതർ, ജ്ഞാനികൾ, അർത്ഥാർത്ഥികൾ എന്നിങ്ങനെ 4 തരക്കാർ ഭജിക്കുന്നു. ഇവരെല്ലാം സനിമിത്ത ഭക്തരാണ്. അത്യന്ത സുഹൃതികളാണ് അനിമിത്ത ഭക്തന്മാർ. ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി കേൾക്കുമ്പോൾ മനസ്സ് ഭഗവാനിൽ ചേരുന്നുവെങ്കിൽ അത് നിർഗുണ ഭക്തനാണ്. അവർ ഇന്ദ്രപദമോ ബ്രഹ്മപദമോ അഷ്ടൈശ്വര്യ സിദ്ധികളോ ആഗ്രഹിക്കുന്നില്ല. ദൂരെ നിന്നുള്ള ഭഗവാനിലുള്ള പ്രേമമാണ് അവരുടെ ആഗ്രഹം. അവർ ഭഗവാന്റെ സാമീപ്യമോ സാരൂപ്യമോ ഏകത്വമോ കൈവല്യമോ ആഗ്രഹിക്കുന്നില്ല. ഭഗവാന്റെ ദാസ്യമാണ് അവരുടെ ലക്ഷ്യം. കൈവല്യം തുടങ്ങിയ ഭക്തികൾക്ക് ഹേതുകമായേ അവർ കരുതുന്നുള്ളൂ. സകാമ ഭക്തന്മാർക്ക് ആ ആനന്ദം അനുഭവിക്കാൻ കഴിയുകയില്ല. ഭക്തിയോഗം ആത്യന്തിക പദമാണ്. സ്മരണം, കീർത്തനം, ശ്രവണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സംഖ്യം, ആത്മനിവേദനം എന്നിങ്ങനെ 9 വിധമാണ് ഭക്തിലക്ഷണങ്ങൾ. ശ്രീകൃഷ്ണ പാദാബ്ജത്തെ ആശ്രയിക്കൽ, ശ്രീകൃഷ്ണ ദർശനത്തിനുള്ള തീക്ഷ്ണമായ ആഗ്രഹം, കൃഷ്ണസ്മരണയിൽ രോമാഞ്ചം, ആനന്ദാശ്രുക്കൾ, വൈവർണ്യം, ഉച്ചത്തിലുള്ള നാമോച്ചാരണം എന്നീ ലക്ഷണങ്ങൾ ആരിൽ കാണുന്നുവോ അവൻ ഭാഗവതോത്തമനാണ്. ഹരേ കൃഷ്ണ.